ഹായ് ഓൾ, ട്രേഡ്മാക്സ് അക്കാദമിയുടെ ക്രിപ്റ്റോയുടെ ഒരു മാർക്കറ്റ് അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം ക്രിപ്റ്റോൻ്റെ അവസ്ഥ എന്താണ്, ക്രിപ്റ്റോ മൂവ്മെൻറ്റ് എങ്ങോട്ടാണ്, നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ മാർക്കറ്റ് മൂവ് ചെയ്തോ എന്നുള്ളതൊക്കെ നമുക്ക് എന്തായാലും നോക്കാം. നമ്മൾ നേരെ ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇന്നലെ പറഞ്ഞിരുന്നത് മാർക്കറ്റ് ഈ ഒരു സോണിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ 1 hour ചാർട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ നമ്മൾ ഈ ഒരു സോണിൽ നിൽക്കുമ്പോഴാണ് ഇന്നലെ മാർക്കറ്റ് ഇവിടെ ഒരു മൊമെൻറ്റം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മാർക്കറ്റ് ഇത് ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെയേറെ കൂടുതലാണ് എന്നുള്ളതായി നമ്മൾ ഇന്നലെ പറഞ്ഞത്. നിങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും മാർക്കറ്റ് എക്സാക്റ്റ് നമ്മുടെ ഈ ഒരു 1 hour അല്ലെങ്കിൽ 1 hour 50 minutes സപ്ലൈയിൽ നിന്നും മാർക്കറ്റ് എക്സാക്റ്റ് താഴത്തേക്ക് മൂവ് ചെയ്തു. നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ മാർക്കറ്റ് ഈ ഒരു 4 hourൻ്റെ ഡിമാൻഡ് സോൺ ഓൾറെഡി ബ്രേക്ക് ചെയ്തു. നമ്മൾ കുറച്ച് ദിവസങ്ങളായി നിങ്ങളടുത്ത് പറയുന്നൊരു കാര്യമാണ്, നമ്മുടെ വ്യൂ ബെയറിഷ് ആണ്, മാർക്കറ്റ് എന്ത് ചെയ്യാം, താഴത്തേക്ക് മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ഷോർട്ട് ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് ഒന്ന് മൂവ് ചെയ്താൽ അല്ലെങ്കിൽ മാർക്കറ്റ് 72,000 വരെ മൂവ് ചെയ്യാം എന്നുള്ളത് നമ്മൾ പറഞ്ഞു. എന്നാൽ നമുക്ക് പ്രോബിലിറ്റി കൂടുതൽ മാർക്കറ്റ് താഴത്തേക്ക് മൂവ് ചെയ്യാനുള്ളതാണെന്ന് ഓൾറെഡി ഇന്നലെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്താലാണ് മാർക്കറ്റ് താഴത്തേക്ക് പോകാനുള്ള പോസിബിലിറ്റി എന്നാണ് നമ്മൾ ഓൾറെഡി ഇന്നലെ പറഞ്ഞിരുന്നത്. എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് 63,700 ബ്രേക്ക് ചെയ്താൽ അല്ലെങ്കിൽ 4 hourൻ്റെ ഒരു ഡിമാൻഡ് സോൺ, ഈ ഒരു 4 hour ഡിമാൻഡ് സോൺ എപ്പോഴും റെസ്പെക്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. മാർക്കറ്റ് കറക്റ്റീവായിട്ട് മൂവ് ചെയ്തുകൊണ്ട് തന്നെ മാർക്കറ്റിലേക്ക് ഇമ്പൾസീവ് മൂവ്മെൻറ്റ് വരാനുള്ള പോസിബിലിറ്റി കൂടുതലാണെന്നും നമ്മൾ കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റ് അനാലിസിസ് ഓൾറെഡി പറഞ്ഞിരുന്നു. നിങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും മാർക്കറ്റ് ഈ ഒരു കറക്റ്റീവ് ഫേസ് അഗ്രസീവായിട്ടാണ് മൂവ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൻ്റെ വ്യൂ സ്റ്റിൽ സ്ട്രോങ് ആയി ബെയറിഷ് തന്നെയാണ്. മാർക്കറ്റ് എന്ത് ചെയ്യാം, ഒരു പുൾ ബാക്ക് അതിന് ശേഷം ഇവിടുന്നും അഗ്രസീവായിട്ട് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞു മാർക്കറ്റ് ഇവിടുന്ന് ഇനിയും ഒരു മൂവ്മെൻറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് 62,200 ഈ ഒരു റേഞ്ച് വരെ ഉണ്ടാണ് മാർക്കറ്റ് മൂവ്മെൻറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സ്റ്റിൽ നമ്മുടെ എക്സാക്റ്റ് വ്യൂ എന്ന് പറയുന്നത് 49,000 ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഈ ഒരു സോൺ ലിക്വിഡിറ്റി സോണാണ്. മാർക്കറ്റ് താഴത്തേക്ക് ഇതിനെയും പുൾ ബാക്ക് എന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സോണിൽ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെയേറെ കൂടുതലാണ്. നമ്മുടെ വ്യൂ എന്ന് പറയുന്നത് 49,000 ആയതുകൊണ്ട് തന്നെ സ്റ്റിൽ നമ്മൾ നോക്കുന്ന ട്രേഡ്സുകളെല്ലാം ബെയർസ് തന്നെയായിരിക്കും. ഇന്ന് ഓൾറെഡി നമ്മൾ 2 ട്രേഡ്സുകൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. ഒന്ന് ബിറ്റ് കോയിനിലും ഒന്ന് എത്തേറിയത്തിലുമാണ് നമ്മൾ ഓൾറെഡി ട്രേഡ്സ് ഓൾറെഡി എടുത്തിരിക്കുന്നത്. സ്റ്റിൽ നമുക്ക് നോക്കാം എന്തായാലും മാർക്കറ്റ് ഈ ഒരു ട്രേഡ്സ് എന്താവും എന്നുള്ളത് നമുക്ക് ഓൾറെഡി നോക്കാം. ഓൾറെഡി PR ബേസ് ചെയ്താണ് നമ്മൾ എൻട്രി എടുത്തിരിക്കുന്നത്. സ്റ്റിൽ താഴത്തേക്ക് ചെറിയൊരു മൊമെൻറ്റ് തന്നതിന് ശേഷം ഒരു പുൾ ബാക്ക് എന്ന് ഇവിടുന്ന് ഒരു അഗ്രസീവ് മൊമെൻറ്റാണ് ഓൾറെഡി നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ബിറ്റ് കോയിനിലും ട്രേഡ്സ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എത്തേറിയത്തിലും സ്റ്റിൽ എത്തേറിയത്തിലും ആ ഒരു സെയിം പ്ലാൻ വെച്ചിട്ട് എത്തേറിയത്തിലുള്ള ട്രേഡ്സ് എടുത്തിട്ടുണ്ട്. ഈ 2 ട്രേഡ്സ് നമുക്കിപ്പോൾ ചെറിയൊരു പ്രോഫിറ്റ് റണ്ണിങ് ആണ്. ഓൾറെഡി ഇത് ബ്രേക്ക് ചെയ്യാൻ റേഞ്ചിലുള്ള റണ്ണിങ് ആണ്. പക്ഷേ അത്യാവശ്യം ഈ 2 ട്രേഡ്സുകളിൽ വിന്നായി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല പ്രോഫിറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു 2 ട്രേഡ്സാണ് ഇന്ന് ഓൾറെഡി റണ്ണിങ്ങിലുള്ളത്. സ്റ്റിൽ നമ്മുടെ വ്യൂ ബെയറിഷ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെടുക്കുന്ന ട്രേഡ്സുകൾ ഓൾറെഡി താഴത്തേക്ക് തന്നെ ആയിരിക്കും. ഇതിൻ്റെ ഈ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിലുള്ള ഒരു പുൾ ബാക്ക് മാത്രമായിട്ടാണ് നമ്മൾ ഇതിനെ ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഇത് അടുത്തൊരു മൊമെൻറ്റിൽ ഈ 62,200 വരെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഇത് ക്രിപ്റ്റോ മാർക്കറ്റാണ്. അഗ്രസീവ് മൊമെൻറ്റ് നടക്കാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. 1000 പോയിൻറ്റ് 1500 പോയിൻറ്റ് മൂവ് ചെയ്യാൻ നമുക്കൊരു 1 hourൻ്റെ മാത്രം ക്യാൻഡിലിന് സാധിക്കും. അതുകൊണ്ട് തന്നെ കെയർഫുള്ളായിട്ടിരിക്കുക. നിങ്ങൾ കൗണ്ടർ ട്രെൻഡിലാണ് ട്രേഡ്സ് എടുക്കുന്നതെങ്കിൽ സ്റ്റിൽ ചെറിയ ക്വാണ്ടിറ്റി ഉപയോഗിച്ച് മാത്രം എന്ത് ചെയ്യുക, ട്രേഡ്സ് എടുക്കുക. നമുക്ക് നോക്കാം നാളെ മാർക്കറ്റ് ഈ പറഞ്ഞ മൊമെൻറ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ മാർക്കറ്റ് മൂവ് ചെയ്യുന്നുണ്ടോ, SL ഹിറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് എന്തായാലും നോക്കാം. ഓൾറെഡി ഞങ്ങൾ ഈ ട്രേഡ്സ് എടുത്തപ്പോൾ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലും അതുപോലെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിലും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റിൽ നിങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്തവരാണെങ്കിൽ നമ്മുടെ ഈ ട്രേഡ്സ് നിങ്ങൾക്ക് കോപ്പി ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്നാലും നമുക്ക് നോക്കാം, നാളെ നമുക്ക് നോക്കാം ഈ ഒരു ട്രേഡ്സ് പ്രോഫിറ്റ് ആണോ സെൽ ആണെന്നുള്ളത് നോക്കാം. സ്റ്റിൽ നമുക്ക് നാളെ വീണ്ടും കാണാം. ബൈ ബൈ ഓൾ.